ഉദ്ധിതനായ മിശിഹായിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് പുതുഞായർ, ഉദ്ധാന അനുഭവത്തിൻ്റെ പുത്തൻ വെളിച്ചത്തിൽ ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന ദിനം. ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളെങ്കിൽ പുതുഞായർ വിശ്വാസത്തിൻ്റെ തിരുനാളാണ്. ഈശോ മിശിഹായുടെ ഉയർപ്പിലൂടെ സംലഭ്യമായ പുതുജീവനിൽ ആഹ്ലാദിക്കുന്ന ഉയർപ്പ് കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു. പുതുഞായറിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഉദ്ധിതനായ മിശിഹായെ നാം കണ്ടുമുട്ടുന്നു. തുടർന്ന് ആദ്യ കൂടിക്കാഴ്ചയിൽ ഇല്ലാതിരുന്ന തോമാസ് ലീഹായുടെ സാന്നിധ്യത്തിൽ വീണ്ടും കർത്താവ് സന്നിഹിതനാകുന്നതും, ഉദ്ധിതനെ കണ്ട മാത്രയിൽ, അവൻ്റെ ക്ഷണം സ്വീകരിച്ച മാത്രയിൽ മാർ വാലാഹ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന മാർത്തോമായെ നാം സുവിശേഷത്തിൽ കാണുന്നു. കേട്ടറിവിനേക്കാൾ തൊട്ടറിയാൻ ആഗ്രഹിച്ച മാർത്തോമായെ സംബന്ധിച്ചിടത്തോളം ഉദ്ധിതനായ മിശിഹായെ കണ്ടുമുട്ടുക, അനുഭവിക്കുക എന്നത് തൻ്റെ വ്യക്തിപരമായ ആഗ്രഹത്തോടൊപ്പം സാക്ഷ്യ ജീവിതത്തിൻ്റെ ആവശ്യകതയുമായിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ ഇല്ലാതിരുന്ന തോമ പരിഭവപ്പെടുന്നുണ്ട്, പിടിവാശി പിടിക്കുന്നുണ്ട്. കാരണം വ്യക്തിപരമായി താൻ സ്നേഹിച്ച തൻ്റെ ഗുരുവിനെ കാണാൻ പറ്റിയില്ല എന്ന ദുഃഖം ഒരു വശത്ത്. അയക്കപ്പെടുന്ന ഓരോ അപ്പസ്തോലനും ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ അനുഭവമാണ് ഉദ്ധാന അനുഭവം. അത് തനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന ആശങ്ക മറ്റൊരു വശത്ത്. ഈ രണ്ട് ധർമ്മസങ്കടങ്ങളെ കർത്താവ് തൻ്റെ കണ്ടുമുട്ടലിലൂടെ പരിഹരിക്കുകയും യോഗ്യമാക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. വളരെ ദൂരം താണ്ടി തോമാസ് ലീഹ ഭാരത മണ്ണിലും മറ്റ് ശിഷ്യന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിലും സുവിശേഷവുമായി കടന്നു വന്നതിൻ്റെ കാരണം അവർ അയക്കപ്പെട്ടവർ ആയിരുന്നു എന്നതാണ്. അനുഭവിച്ച ഉദ്ധിതനെ അജ്ഞാതമായ ജനതകൾക്ക് മുൻപിൽ വിദൂരങ്ങളായ രാജ്യങ്ങളിൽ പങ്കുവയ്ക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അവർ. ഇന്നത്തെ രണ്ടാമത്തെ വായന അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. കാരണം അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും ആത്മാവും ബലവും ഉദ്ധിതനായ മിശിഹായിലുള്ള സമ്പൂർണമായ വിശ്വാസമാണ്. അപ്പസ്തോലന്മാർ തങ്ങൾ അനുഭവിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ യാതൊരു ഭയവും ആശങ്കയും സംശയവും കൂടാതെ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് ആ വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ചങ്കുറപ്പ്, അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വിശ്വാസ ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസ സമൂഹവും കൂട്ടായ്മയുടെ ആഘോഷമായിരുന്നു. അത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണെങ്കിലും വിശ്വാസത്തിന് വേണ്ടി മരിക്കാനാണെങ്കിലും. ഈ ഭാരത മണ്ണിൽ വിശ്വാസത്തിൻ്റെ വെള്ളിവെളിച്ചം കെടാതെ ഇന്നും പ്രകാശിക്കുന്നുണ്ടെങ്കിൽ മാർത്തോമാസ് ലീഹ പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ കൃപാവരം എത്ര അഭുങ്കരമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രക്തം കൊണ്ട് വീണ്ടെടുത്തവനെ തൻ്റെ രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ മണ്ണിലാണ് മാർത്തോമാസ് ലീഹ സഭയെ നട്ടുവളർത്തിയത്. 3-ാം വായന വിശുദ്ധ പൗലോസ് ലീഹ കൊളോസസ്സാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നു. മിശിഹായിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. ഈ വായന നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു സത്യമുണ്ട്. അത് നമ്മുടെ ജീവിതം കൃതജ്ഞതയുടെ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ജീവിതമായിരിക്കണം എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമായ കർത്താവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. കാരണം അന്ധകാരത്തിൻ്റെ തിന്മയുടെ അതീശത്വത്തിൽ നിന്നും
കുരിശിൽ ചിന്തിയ രക്തത്താലും കുരിശിൽ നേടിയ വിജയത്താലും നമ്മെ അവിടുന്ന് വീണ്ടെടുത്തു. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ സന്തോഷം നമ്മൾ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവർ ആണെന്നുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം ദൈവത്തിൻ്റെ കരുണയ്ക്ക് നാം യോഗ്യരായി എന്നുള്ളവരായിരിക്കണം. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ഉദ്ധിതനായ മിശിഹായെ ജീവിതത്തിൽ കർത്താവും ദൈവവുമായി ഏറ്റുപറയുക എന്നതായിരിക്കണം. തുളയ്ക്കപ്പെട്ട തിരുഹൃദയത്തെ ഹൃദയം കൊണ്ട് തൊട്ടറിയുന്ന തിരുനാളാണ് പുതുഞായർ. ഉദ്ധാനം നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ സ്പർശിക്കുന്ന ദിനമാണ് പുതുഞായർ. ഉദ്ധിതനെ കണ്ടറിയുന്ന തൊട്ടറിയുന്ന നിമിഷം അത് പിന്നെ പിന്നോട്ട് നോക്കാതെയുള്ള ഒരു പുത്തൻ ജീവിതക്രമത്തിൻ്റെ തുടക്കമാണ്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള, മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള, ആശങ്കയിൽ നിന്നും വിശ്വാസത്തിലേക്കുള്ള ക്രിസ്തു മാർഗത്തിൻ്റെ തുടക്കം. ഉദ്ധിതനായ മിശിഹ സമാധാനം ആശംസിച്ചുകൊണ്ട് അരുളി ചെയ്യുന്ന മൊഴി പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ബന്ധിക്കപ്പെടുവാനുമാണ്. ഈ പുതുഞായർ പരിഭവങ്ങളെയെല്ലാം മാറ്റി ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ ജീവിക്കുവാൻ നമ്മുടെ നാടിനെ, സഭയെ, കുടുംബങ്ങളെ, വ്യക്തി ബന്ധങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവകരുണ സ്വീകരിച്ചതിൻ്റെ മായാത്ത ഓർമ്മയിൽ കരുണ പങ്കുവയ്ക്കുവാൻ ഈ ദിനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഉദ്ധിതനായ മിശിഹായുടെ ആശംസ നമ്മുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. ആമേൻ.